പശ്ചിമ ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങി. സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും മഗ്രഹാത്ത് മണ്ഡലത്തിലെ 11 ബൂത്തുകളിലുമാണ് വീണ്ടും വോട്ടെടുപ്പ് നടത്തുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29-ന് നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് റിട്ടേണിംഗ് ഓഫീസർമാരും ഒബ്സർവർമാരും തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ ടേപ്പ് ഉപയോഗിച്ച് മറച്ചും ബൂത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചും വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് BJPയും CPIഎമ്മും പരാതി നൽകിയിരുന്നു. പശ്ചിമ ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും മഗ്രഹാത്ത് മണ്ഡലത്തിലെ 11 ബൂത്തുകളിലുമാണ് വീണ്ടും വോട്ടെടുപ്പ് നടത്തുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 29-ന് നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് റിട്ടേണിംഗ് ഓഫീസർമാരും ഒബ്സർവർമാരും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത്തവണ 2 ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് നടത്തിയത്. 23-നും 29-നുമായിരുന്നു പോളിംഗ് നടന്നത്. വലിയ രീതിയിലുള്ളൊരു പോളിംഗ് ആയിരുന്നു ഈ തവണത്തെ പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് കാണിച്ചാണ് ഇപ്പോൾ റീപോളിംഗ് നടത്തുന്നത്. എന്തായാലും വോട്ടിംഗ് യന്ത്രത്തിൽ ടേപ്പ് ഉപയോഗിച്ച് മറച്ചും ബൂത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചും ഒക്കെ, അതുപോലെ തന്നെ വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപിച്ച് BJPയും CPIഎമ്മും ഒക്കെ വലിയ രീതിയിൽ പരാതിയൊക്കെ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ റീപോളിംഗ് നടത്തുന്നത്. എന്തായാലും 15 ബൂത്തുകളിലാണ് റീപോളിംഗ് തുടങ്ങിയിട്ടുള്ളത്. സൗത്ത് പർഗാനസ് ജില്ലയിലെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും മഗ്രഹാത്ത് മണ്ഡലത്തിലെ 11 ബൂത്തുകളിലുമാണ് വീണ്ടും വോട്ടെടുപ്പ് നടത്തുന്നത്.